തന്റെ അടിമയുടെ റൂമിന്റെ അകത്ത് വല്ലാത്ത പ്രകാശം കാണുകയാണ്. തന്റെ കൊട്ടാരത്തിന്റെ മുകളിലൂടെ കള്ളു കുടിച്ചുകൊണ്ട് യജമാനൻ ഇങ്ങനെ നടക്കുമ്പോ തന്റെ അടിമയുടെ കൊട്ടാരത്തിൽ തന്റെ അടിമയുടെ റൂമിന്റെ അകത്ത് വല്ലാത്ത ഒരു പ്രകാശം. അല്ലാഹുവേ, അടിമ പറഞ്ഞിരിക്കുന്നത് റൂമിന്റെ അകത്ത് കയറരുതെന്നാണ്, രാത്രിയിൽ ജോലി തരരുതെന്നാണ്. പിന്നെ എന്താണ് ഇവൻ ഇതിനകത്തിരുന്ന് ചെയ്യുന്നതെന്ന് നോക്കാ. വീടിന്റെ മുകളിലെ പലകയെടുത്ത് മാറ്റിയിട്ട് അവിടത്തെ ഓടെടുത്ത് മാറ്റിയിട്ട് താഴേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അടിമ സുജൂദിൽ കിടക്കുകയാ, അടിമ സുജൂദിൽ കിടക്കുകയാ. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, നാഥാ, പകല് ഒരുപാട് ജോലിയുള്ളത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ. പകൽ എനിക്ക് യജമാനൻ ഒരുപാട് ജോലി ചെയ്ത് കൊടുക്കണമല്ലോ, അത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ളൂ പടച്ചവരെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. സുജൂദിൽ കിടന്ന് കരയുകയാ. യജമാനൻ നോക്കുമ്പോ പടച്ചവരെ, പകല് ജോലിയുള്ളത് കാരണം എനിക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ള തമ്പുരാന്. സുജൂദിൽ കിടന്ന് കരയുകയാണ്. യജമാനൻ അവിടെ തന്നെ ഇരുന്നു. അല്ലാഹുവേ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ ആ അടിമാതിന്റെ സുജൂദിൽ കിടന്ന് കരയുന്ന രംഗമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് വല്ലാത്ത ഒരു ലഹരിയാ ചെറുപ്പക്കാരാ. നമസ്കാരം ഒരു ലഹരിയാ മോരെ, നിസ്കാരം ഒരു ലഹരിയാ മോരെ. ആ നിസ്കാരത്തെ മനസ്സുകൊണ്ടങ്ങ് അതിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അത് റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോ, അല്ലാഹുവിനോടുള്ള സംസാരമാണല്ലോ. അല്ലാഹുവേ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു നസ്ർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ദാരിസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ അവിടെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. അതാ രോഗം പിടിച്ച് മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ മഹാനായ യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാണാൻ പോവുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ദാരിസ് തങ്ങൾ കരയുകയാ.